ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരുപാട് നല്ല പെറ്റ്സുകൾ സെയിലിനെത്തിയിട്ടുണ്ട്. പഗ്ഗിൻ്റെ പപ്പീസ്, ബുൾമുസ്റ്റിഫിൻ്റെ പപ്പീസ്, അതുപോലെ തന്നെ പ്രാവുകൾ ബൾക്ക് സെയിലൊക്കെ വന്നിട്ടുണ്ട്. D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് മിനിമം എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബുൾമസ്റ്റിഫിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ പേരൻസിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 5 പപ്പീസ് വന്നിട്ടുണ്ട്. ഒരു ഫീമെയിലും 4 മെയിൽ പപ്പീസാണ് സെയിലിന് വന്നിട്ടുള്ളത്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 12,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ബുൾമുസ്റ്റിഫ് പപ്പീസാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഒരു ഫീമെയിൽ പപ്പിയും 4 മെയിൽ പപ്പീസാണ് സെയിലിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രായം ഇന്നേക്ക് വന്നിരിക്കുന്നത് 45 ദിവസം പ്രായമായ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 12,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതാണ് ഫാദർ ഡോഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലൈൻ പപ്പീസാണ് വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പഗ്ഗിൻ്റെ ഫീമെയിൽ പപ്പിയാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. 50 ദിവസം മാത്രം പ്രായമായ പഗ്ഗിൻ്റെ ഫീമെയിൽ പപ്പി. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5,500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പിയാണ്. 50 ദിവസം ആണ് പ്രായമായിട്ടുള്ളൂ. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പഗ്ഗിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 5,500 രൂപയാണ് പറയുന്നുള്ളൂ. ഫീമെയിൽ പപ്പിയും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ നോക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പ്രാവുകളും അതുപോലെ ഫിഷും സെയിലിന് വന്നിട്ട് മലപ്പുറം കോട്ടയ്ക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 18 പ്രാവുകളും ക്രോസ് ബേഡുകളാണ്. 18 എണ്ണം 1,800 രൂപയാണ് ചോദിക്കുന്നത്. 18 ബേഡുകൾ. അതുപോലെ അതിൻ്റെ കുഞ്ഞുങ്ങളടക്കമാണ് കൊടുക്കുന്നത്. 18 എണ്ണം അഡൾട്ടും അതേപോലെ അതിൻ്റെ കുഞ്ഞുങ്ങളടക്കം കൊടുക്കും. 1,800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ക്രോസ് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ 1.5 ഫീറ്റുള്ള അരോണയുണ്ട്. അതേപോലെ ക്യാറ്റ് ഫിഷും കൂടിയാണ്. രണ്ടും ഒരുമിച്ച് കൊടുക്കുള്ളൂ. 10,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അരോണയും അതേപോലെ ക്യാറ്റ് ഫിഷും. അരോണ 1.5യും അതേപോലെ തന്നെ ക്യാറ്റ് ഫിഷ് 1 അടിയും 1 ഫീറ്റാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിഷ് 2 എണ്ണം കൂടി ചോദിക്കുന്നത് 10,000 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ 18 പ്രാവുകളും അതിൻ്റെ കുഞ്ഞുങ്ങളടക്കം 1,800 രൂപയാണ് ചോദിക്കുന്നത്. ഫിഷ് 2 എണ്ണം ഒരുമിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ 2 കിറ്റൺസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 3 മാസം പ്രായമായ 2 കിറ്റൺസാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഫീമെയിലിന് 4,500 രൂപയും മെയിൽ കിറ്റണ് 3,500 രൂപയാണ് ചോദിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 3 മാസമാണ് പ്രായമായിട്ടുള്ളത്. വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. സെമി പഞ്ചിൻ്റെ കിറ്റൺസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സൺകോനൂറാണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 10 മാസം പ്രായമായ സൺകോനൂറ് ഫുള്ളി ടേംഡ് ആണ്. ഫീമെയിലാണ് വന്നിട്ടുള്ളത്. വിത്ത് DNA ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 18,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. സൺകോനൂറ് 10 മാസമായത് ഫുള്ളി ടേംഡായ ഫീമെയിലാണ് വിത്ത് DNA ഉള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ബീഗിള് ഫീമെയിലാണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2.5 വയസ്സാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 4,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിലിന് ബീഗിളിൻ്റെ ഫീമെയിൽ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 4,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ ബീഗിളാണ് വന്നിരിക്കുന്നത്. 2.5 വയസ്സാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത്. ഏഴാമതായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഷീൽഡ് ബെൽജിയം ഫാൻറ്റയിലാണ്. ഷീൽഡ് ഫാൻറ്റയിൽ
ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ്. ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ബെൽജിയം ഫാൻറ്റയിൽ ഷീൽഡ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്രാവുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് എല്ലാം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ബെൽജിയം ഫാൻറ്റയിൽ വരുന്നത് 1200 വരുന്നത്. അതേപോലെ ഒരു പൗഡർ മെയിലാണ് വന്നിരിക്കുന്നത്. സിംഗിൾ പീസ് ഉള്ളൂ. മെയിൽ 1000 രൂപയാണ് ഈ പൗഡറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഈ ബേഡ്സ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. മെയിൽ പൗഡറാണ് 1000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റെയിൽസിൻ്റെ 2 മെയിൽസാണ് വന്നിരിക്കുന്നത്. ഈ 2 മെയിലിന് കൂടി 1300 രൂപയാണ് ചോദിക്കുന്നത്. രണ്ടും മെയിൽ ബേഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബേഡുകളെല്ലാം ബൾക്കായിട്ട് ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ലൊക്കേഷൻ മലപ്പുറം. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. പോണിക്കുതിരയാണ്, നാട്ടുകുതിര. 4 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഉപദ്രവിക്കാത്ത കുതിരയാണ്, കടിയും തൊഴിയൊന്നുമില്ലാത്ത കുതിരയാണ്, കുട്ടികൾക്ക് വരെ കൊണ്ടുനടക്കാൻ പറ്റിയ കുതിരയാണ്. 4 വയസ്സ് പ്രായം, ആൺകുതിരയാണ്. 30,000 രൂപയാണ് ചോദിക്കുന്നത്. പരപ്പനങ്ങാടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബ് സാപ്സോൻ്റെ പപ്പീസാണ് സെയിലിന് വന്നിരിക്കുന്നത്. 4 പപ്പീസ് ഉണ്ട്. 28 ദിവസം പ്രായമായ ലാബ് സാപ്സോൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയും ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 8500 രൂപയാണ് ചോദിക്കുന്നത്. 8500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. 2 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയും. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത്. മദറിൻ്റെ 2 ഫോട്ടോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ ഫാദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്. ലാബ് സാപ്സോ 8500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. അതുപോലെ അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത് ഒരു കാപ്പിരി കോഴിയാണ്. മെയിലാണ്, 8 മാസം പ്രായമായത്. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പപ്പീസിനെയും ഈ കോഴിനെയൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളിൻ്റെ പപ്പീസാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ. 6 പപ്പീസ് കൊടുക്കാനുണ്ട്. 4 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയും. ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് 6000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പിറ്റ്ബുള്ളിൻ്റെ പപ്പീസ്. അപ്പോൾ 6000 രൂപയ്ക്കാണ് വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 6 പപ്പീസാണ് വന്നിരിക്കുന്നത്. 4 മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പിയും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത്, ഫാദറും മദറും. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് ജാവയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡൽട്ടും ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് 1000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ജാവ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. പന്ത്രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. 32 പ്രാവുകൾ 8000 രൂപയാണ് ചോദിക്കുന്നത്. 32 പ്രാവുകൾ. അതിലൊരു ജാക്കോബിനുണ്ട്, പറവയുണ്ട്, ഹോമറുണ്ട്, മുദീന പറഞ്ഞുണ്ട്, ചൈനീസ് ഔള്, ആൽമണ്ട് പറഞ്ഞുണ്ട്, ചക്കർ പറഞ്ഞുണ്ട്, പിന്നെ ബർപ്പൻസ് ഉണ്ട്, പിന്നെ ക്രോസ് ബേഡുകളുണ്ട്. അപ്പോൾ ഹോമർ, പറവ, ജാക്കോബിൻ, മുദീന, ചൈനീസ് ഔള്, ബർപ്പൻസ്. അപ്പോൾ 32 പ്രാവ് 8000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് 32 എണ്ണം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. 8000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ 32 പ്രാവുകൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മുയിലുകളും അതേപോലെ തന്നെ ഗിനിപ്പിക്കുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 20ഓളം പീസ്
മുയലുകൾ കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നത്. 20ഓളം പീസുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ക്യൂട്ട് മുയലുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 150 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഗിനിപ്പിഗുകളും സെയിലിന് വന്നിട്ടുണ്ട്. 15ഓളം പീസ് ഗിനിപ്പിഗുകൾ സെയിലിനുണ്ട്. ഗിനിപ്പിഗിൻ്റെ റേറ്റ് വരുന്നത് പെയർ 500 രൂപയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്.